ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതൊരു പഴയ ലെഡ് ആസിഡ് ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറാണ്. ഇത് മൈക്രോടെക്കിൻ്റെ എംസൺ 935V എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലിഥിയം ബാറ്ററി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി പാക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന സെല്ലുകൾ പഴയ സെല്ലുകളാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 6 മാസം ഞാനിത് മോണിറ്റർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഈ ഡിസ്കണക്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാനായിട്ട് ബാറ്ററി പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററി പാക്കിൻ്റെ മേക്കിംഗ് വീഡിയോ പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഞാൻ ഈ ലെഗ് അല്ലാതെ വേറെ ടെർമിനൽ കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ബാറ്ററി ടെർമിനൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രേക്കർ എല്ലാം ഓഫാണ്, ഇൻവെർട്ടറും ഓഫാണ്, ബ്രേക്കറും ഓഫാണ്. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പോർഷനിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചാർജിങ് കറണ്ട് ഞാൻ ലോ ആക്കിയിട്ടുണ്ട്, പിന്നെ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. കാര്യം അതിൻ്റെ ഒന്നും ആവശ്യം ഇതിൽ വരുന്നില്ല. ഇതിൽ ഗ്രിഡിൽ നിന്ന് ഞാൻ ചാർജ് ചെയ്യാൻ ചെയ്യുന്നില്ല. നമുക്കിനി പാക്കിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് ടെർമിനലുകളിൽ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ കൺട്രോളിൽ പോയിട്ട് ഇതിൻ്റെ ബാലൻസ് ഓണാണ്, ഡിസ്ചാർജും ചാർജും ഓഫാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്ചാർജ് ഓണാക്കാം, ഡിസ്ചാർജും ഓണാക്കാം, ചാർജും ഓണാക്കാം. ഓക്കെ, ഡിസ്ചാർജും ചാർജും ഇപ്പോൾ ഓഫാണ്. ഓക്കെ, ഇനിയിപ്പോൾ അത് രണ്ടും ഓണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തുള്ള മീറ്ററിൽ എത്രയാണ് വോൾട്ട് കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം. 12.9. ഓക്കെ, ഇനി നമുക്കിത് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഉള്ള സ്റ്റാറ്റസ് നോക്കാം. 12.9 നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ചാർജിങ് നടക്കുകയാണ്. പി വി കറണ്ട് ഏകദേശം 9 ആമ്പിയർ ഉണ്ട്, 13.1 ബാറ്ററി വോൾട്ടും പിന്നെ ബാറ്ററിയിൽ ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൽ വേറൊരു മെയിനായിട്ട് എനിക്ക് നോക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സെൽസ് ബാലൻസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. അല്ല ഏതെങ്കിലും സെൽ അണ്ടർ ഓവർ വോൾട്ടോ കണ്ടീഷനിൽ കട്ടാകുമ്പോൾ ഈ ഇൻവെർട്ടർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുകൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ബാലൻസ് ചെയ്യാതെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനിഷ്യലി ഇത് ബാലൻസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ പിന്നെ വരുന്ന സമയത്ത് പിന്നെ വീണ്ടും നോക്കാനായിട്ട് മെനക്കെടണം. അപ്പോൾ അതിനെക്കാട്ടിലും ആദ്യമേ നമുക്ക് ആ ഒരു കാര്യം നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതെന്തായാലും ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് BMSൻ്റെ സ്റ്റാറ്റസ് നമുക്ക് മൊബൈൽ ആപ്പിലൊന്ന് നോക്കാം. മൊബൈൽ ആപ്പിൽ നോക്കുമ്പോൾ ഏകദേശം 332 മില്ലി വോൾട്ടാണ് സെൽ വോൾട്ടേജ് ഡിഫറൻസ്. അതായത് ഇതിപ്പോൾ ബാലൻസ്ഡ് അല്ല, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരമായിട്ട് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിന് ചാർജായി ഏതെങ്കിലും ഒരു സെല്ല് അണ്ടർ വോൾട്ടോ അല്ലെങ്കിൽ ഓവർ വോൾട്ട് കണ്ടീഷൻ, ഇപ്പോൾ ഓവർ വോൾട്ടായിരിക്കും വരുന്നത്. ഓവർ വോൾട്ട് കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ബാലൻസിങ് 1 ആമ്പിയർ ചെയ്യുന്നുണ്ട്. ബാലൻസിങ് കറണ്ട് 1 ആമ്പിയർ ആണ്. നിങ്ങളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ബൾക്കും ഫ്ലോട്ടും ഈ വാല്യൂസ് സെറ്റ് ചെയ്തിട്ട് ഇക്വലൈസേഷൻ ഡിസേബിൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ പാർട്ട് 2 ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഡിഫറൻസ് വോൾട്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ഡിഫറൻസ് വോൾട്ട് കൂടുതലുള്ള സമയത്ത് നമ്മളത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. ഇതിലിപ്പോൾ ഡിഫറൻസ് വോൾട്ട് ഹൈ ആയതുകൊണ്ട് എന്തായിരുന്നാലും ഇതിൽ ഏതെങ്കിലും സെല്ല് ഓവർ വോൾട്ട് പ്രൊട്ടക്ഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ 1 ആമ്പിയറിൻ്റെ JK BMS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. മിക്കവാറും ഇൻവെർട്ടറിലപ്പോൾ ഒരു ഹയർ വോൾട്ടായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ 16 വോൾട്ട് 17 ആമ്പിയർ ബാറ്ററിയിലേക്ക് ചാർജ് ആവാനായിട്ട് കൊടുക്കുന്നുണ്ട്. പാനലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബാറ്ററി വോൾട്ട് 13.5. അവിടെ നമ്മുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 13.6 ചാർജിങ് കിട്ടുന്നത്. ബാക്കി ലോഡിന് പോകുന്നതാണ്. 17 ആമ്പിയറിൽ ബാക്കി ലോഡിന് പോകുന്നുണ്ട്. ഇത് PWM ആയതുകൊണ്ട് തന്നെ ഇതിൽ കൺവേർഷൻസ് ഒന്നും നടക്കില്ല. ബാക്കി എക്സ്ട്രാ വരുന്ന എനർജി, വോൾട്ടിൽ എക്സ്ട്രാ വരുന്ന എനർജി ലോസ് ആയി പോകും. ഇനി ആമ്പിയർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി കണക്ട് ചെയ്യുന്ന ലോഡുകളാണ്. ഓക്കെ, PV വോൾട്ട് 20 സംതിങ്, പാനൽ കറണ്ട് 7.6. ഇതിപ്പോൾ ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ 13.5 കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററി സ്റ്റാറ്റസ് ചാർജിങ് ഓണാണ്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ചാർജിങ് ഓണാണ്. അപ്പോൾ ഇത് സെല്ലിൽ എന്തെങ്കിലും ഓവർ വോൾട്ട് കണ്ടീഷൻ വന്ന് കട്ട് ആവുന്ന സമയത്ത് ഇത് മിക്കവാറും ഒരു 14.6 റേഞ്ചിലാണ് കാണിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പാനൽ കറണ്ട് കുറയും. ഈ ബാറ്ററി വോൾട്ട് 14.6 അല്ലെങ്കിൽ ഒരു 14.2 റേഞ്ചിലേക്കായിരിക്കും പോകുന്നത്. നോക്കട്ടെ. ഓക്കെ, ഇപ്പം 2 ആമ്പിയർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബാറ്ററി വോൾട്ട് 15 വോൾട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ബാറ്ററി വോൾട്ട് 15 വോൾട്ട് കാണിക്കുന്ന സമയത്ത് ഇതിൽ ആപ്പിലെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. ബാറ്ററി ഫുള്ളി ചാർജ്ഡ് കാണിക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഈ പറഞ്ഞ വാല്യൂ ഒരു സെല്ലിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സെല്ലുകൾ എത്താനുണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് വോൾട്ട് ഉള്ളതുകൊണ്ട് അതിന് ബാലൻസായി വരണം. അപ്പോൾ അതിൻ്റെ ടൈം എടുക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൽ പാനൽ വോൾട്ട് കാണിച്ചിരിക്കുന്നത് 21.7 വോൾട്ടാണ്, 2.4 ആമ്പിയറും. കാരണം ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ കറണ്ടും ബാക്കി ലോഡിനുള്ള കറണ്ടും മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം ബാറ്ററി വോൾട്ട് 14.3 അവിടെ കാണിക്കുന്നുണ്ടെങ്കിലും
നമുക്കിവിടെ BMS ചെക്ക് ചെയ്യുന്നതിന് 13.46 വോൾട്ട് മാത്രമേ ഉള്ളൂ. ചാർജ് സ്റ്റാറ്റസ് ഓഫ് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ഒരു വലിയ വാല്യൂ കാണിക്കുന്നത്. ചില സമയത്ത് അതൊരു 14.6, ചിലപ്പോൾ ഒരു 15 വരെയൊക്കെ പോകുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ എന്നുള്ളതോടെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാനൽ കറണ്ട് 2 ആമ്പിയർ എടുക്കുന്നുള്ളൂ. കൂടുതൽ ആമ്പിയർ എടുക്കാൻ പറ്റും. പക്ഷേ ബാറ്ററി ചാർജിങ് ഓഫ് ആയതുകൊണ്ടാണ് 14.3 കാണിക്കുന്നത്. അതായത് ഇവിടെ ബാറ്ററി ചാർജിങ് ഓഫാണ്, ചാർജർ ഓഫ് കാണിക്കുന്നുണ്ട്. ഡിസ്ചാർജ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാറ്ററി ഫുള്ളി ചാർജ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫുൾ ചാർജ് ആയിട്ടില്ല. കാര്യം ഇതിലെ ഒരു 03 സെൽ നമ്പർ 03 ഇപ്പോഴും അപ്പാവാനുണ്ട്. അപ്പോൾ അതിനെന്തായാലും കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഡിഫറൻസ് വോൾട്ടും കൂടുതലാണ്. അതെന്തായാലും ബാലൻസ് ആയ ശേഷം നമുക്ക് കറക്റ്റ് ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂസ് ഒന്ന് അഴിച്ചിട്ട് നമുക്ക് ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് നമുക്കിതിൽ അഡീഷണൽ ഒരു ചാർജർ കണക്ട് ചെയ്തിട്ട് ഇതിനെ ചാർജ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ബാലൻസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൽ ഈ ഒരു നടുക്കുള്ള ആ ഒരു സെല്ലാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഈ സെല്ലിനെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ചാർജർ കണക്ട് ചെയ്തിട്ട് ഒരു 3.65 വരെ എത്തിക്കാം. ഒരു 3 ആമ്പിയറോ 4 ആമ്പിയറോ വെച്ചിട്ട് ചാർജ് ചെയ്യാം അഡീഷണലായിട്ട്. അപ്പോൾ ഈ ബാലൻസ് കറണ്ടും ഇതും കൂടെ ആകുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് ബാലൻസ് ആവും. നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള സ്റ്റാറ്റസ് ഒരു 90 മില്ലി വോൾട്ടാണ് ഡിഫറൻസ് സെൽ നമ്പർ 3യിൽ. ഓക്കെ, സെൽ നമ്പർ 3യെ നമുക്കിപ്പോൾ ഒരു 3.4 റേഞ്ചിൽ ചാർജ് ചെയ്യാം ഈ ഒരു ചാർജർ വെച്ചിട്ട്. ഇതിലിപ്പോൾ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് കാര്യം ഇവിടെയാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് സെല്ലിന് നെഗറ്റീവ് ഇവിടെ വരും. ഇവിടെ അടുത്ത പോസിറ്റീവ്, പിന്നെ അടുത്ത നെഗറ്റീവ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ആപ്പിലും കൂടെ നോക്കാം സ്റ്റാറ്റസ്. ഓക്കെ, ആപ്പിലിപ്പോൾ നോക്കുമ്പോൾ ഒരു 91 മില്ലി വോൾട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഇത് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിത് ഓണാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓണാക്കിയ സ്ഥിതിക്ക് ഈ ഒരു സെല്ലിന് ഡയറക്റ്റ് ഇതിൽ നിന്നുള്ള ചാർജ് കിട്ടും, 10 ആമ്പിയറിൻ്റെ ചാർജ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് വെച്ചിട്ട് ഈ ഒരു പവർ സപ്ലൈ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ആ ഒരു സെല്ലിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് എത്ര നേരം എടുക്കുന്നുള്ളത് നോക്കാം. ഇവിടെ മുകളിലത്തെ സമയം ശ്രദ്ധിച്ചാൽ മതി. ഏകദേശം 1 day 3 hours 52 minutes അതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതായിപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ കുറഞ്ഞായിട്ട് കാണാം. ഇത് പെട്ടെന്ന് ചാർജ് കയറി വരും. ഇതിപ്പോൾ 8 ആമ്പിയറിലാണ് ഞാനിപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ പരിപാടി ഞാൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇന്നലെ പിന്നെ അത് ചെയ്ത കൂട്ടത്തിൽ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൂടെ ബാലൻസ് ആവുന്നൊക്കെയുള്ള പ്ലാനിലാണ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ല. കാര്യം ഇത് 4 ആമ്പിയറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് 100 ആമ്പിയർ സെല്ലും പിന്നെ ഈ പറഞ്ഞ ഒരു 1 ആമ്പിയർ ബാലൻസറും വെച്ച് ഇത്രയും വലിയ ഡിഫറൻസൊക്കെ ചെയ്യുമ്പോൾ സമയം ഒരുപാട് കൂടുതലെടുക്കും. ഇതിപ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ പെട്ടെന്ന് കുറയുന്നുണ്ട്. അതായത് ഇപ്പം 91 മില്ലി വോൾട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ 79 മില്ലി വോൾട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം 3.24 ആയിട്ടുണ്ട്. ഇത് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് കാണാനായിട്ടൊരു പരിപാടിയുണ്ട്. അതായത് ഇപ്പം 60 മില്ലി വോൾട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ അതായത് 3.26 എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ ഗ്രാഫാണ് കാണിക്കുന്നത്. ഗ്രാഫിന് പകരം ഇവിടെ ഡിസ്പ്ലേയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ 3.6 വോൾട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 5.5 ആമ്പിയർ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ SMPS 5.5 ആമ്പിയറും പിന്നെ ഇതിലെ ബാലൻസർ ചെയ്യുന്ന 1 ആമ്പിയറും കിട്ടുന്നുണ്ട്. അങ്ങനെ ഏകദേശം 6.5 ആമ്പിയറിലാണ് ഇപ്പോൾ ബാലൻസിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അതായത് ഇപ്പോൾ ഒരു 60 മില്ലി വോൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് മുകളിലത്തെ ടൈം ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ റെക്കോർഡിങ്ങുമായിട്ട് ടൈം ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര പെട്ടെന്നാണ് ഈ ഒരു വാല്യൂ എത്തിയതെന്നുള്ളത്. ഇത് ഏകദേശം ഒരു ദിവസത്തിൽ കൂടുതലിട്ടിട്ട് ഇത് ബാലൻസായി വരാനായിട്ട് ഡിലേ എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സമയം കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. 1-2 സെല്ലിൻ്റെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു പവർ സപ്ലൈ ഉണ്ടെങ്കിൽ അതുവഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഏകദേശം കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ 27 മില്ലി വോൾട്ടായി. സെൽ നമ്പർ 03 ഏകദേശം 3.3 റേഞ്ചിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 27 മില്ലി വോൾട്ട്. നിങ്ങൾക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ടൈം എടുത്തതെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഏകദേശം ഇപ്പോൾ പെട്ടെന്ന് തന്നെ ബാലൻസായി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇതിലെ BMSലെ ബാലൻസർ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഒരു ചാർജ് വെച്ച് ചാർജ് ചെയ്ത ശേഷം ബാലൻസർ ഓൺ ആക്കാമെന്ന് കരുതി. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്കൊരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ നോക്കാം സ്റ്റാറ്റസ് എന്താണെന്ന്. ഇപ്പോൾ ഇത് ഏകദേശം 4.44 ആമ്പിയറിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മൊബൈലിൻ്റെ സ്റ്റാറ്റസ് കൂടെ നോക്കാം. അതെ, ഇപ്പോൾ 3.342 എത്തിയിട്ടുണ്ട് സെൽ നമ്പർ 03.
ഇപ്പോൾ വരുന്ന ആ ഒരു ഡിഫറൻസ് നോക്കേണ്ട, സെൽ വോൾട്ട് ഡിഫറൻസ് കാര്യമാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മുകളിലെ സമയം നോക്കുമ്പോൾ 2 ദിവസം എടുത്തു. ഇത് പിന്നെ വീണ്ടും രണ്ടാമത് ഞാൻ ചാർജ് ചെയ്യാൻ കൂടുന്നതിൽ ഇപ്പം മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടൈം കാണിക്കും. ആ ടി എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് 6 മണിക്കൂർ, ഇപ്പോൾ രണ്ടാമത്തെ ചാർജിലാണ് 6 മണിക്കൂർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് ഇൻവെർട്ടർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ ഡിഫറൻസ് വോൾട്ട് 004 ആയിട്ടുണ്ട്. സെൽ നമ്പർ 3ക്ക് ഇപ്പോൾ 3.324 എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ബാലൻസ് ആയിട്ടുണ്ട്. ഏകദേശം അല്ല, ഇപ്പോൾ ഇത് ബാലൻസ് ആയിട്ടുണ്ട്. 006 വോൾട്ടാണ് ഡിഫറൻസ്. അത് പ്രോബ്ലം ഉള്ളതല്ല. ഇതിനിപ്പം ഈ ഒരു ഡിഫറൻസ് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. ഇതിനിപ്പോൾ നാളെ മുതൽ കണ്ടിന്യൂസ് യൂസിൽ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി പറ്റുമെങ്കിൽ ഈ ബാറ്ററി പാക്കിനെ ഞാൻ ഈ ഒരു ചാർജർ വെച്ചിട്ട് തന്നെ വോൾട്ടേജ് കൂട്ടിയിട്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മുകളിലത്തെ സമയം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര നേരം എടുക്കും എന്നുള്ളത്. ഓക്കെ, ഒരു ഫുൾ ഡേ ഇട്ടിട്ടും മറ്റേ ഫുൾ റെഡിയാക്കി എടുക്കാൻ പറ്റാത്തത് ആംബിയർ കുറവായതുകൊണ്ടാണ്. ഇതിപ്പോൾ 6 ആംബിയറിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇനിഷ്യൽ ബാലൻസ് സെല്ല് ബാലൻസ് ചെയ്ത ശേഷം ഞാനിപ്പോൾ പോസിറ്റീവ്, മെയിൻ പോസിറ്റീവിലും നെഗറ്റീവ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇതിൽ ഒരു 10 ആംബിയർ, 10 അല്ല ഒരു 8 ആംബിയറിൽ ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 14 വോൾട്ടാണ് ഞാൻ ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 8.4 ആംപിയറിൽ ചാർജ് ആകുന്നുണ്ട്. ഡിഫറൻസ് വോൾട്ട് 10 മില്ലി വോൾട്ട്, 11 മില്ലി വോൾട്ടാണ് കാണിക്കുന്നത്. സെല്ലുകൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ച് ചാർജ് ആവട്ടെ. ഇനി ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. സോറി, സിസ്റ്റം ലോഗ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 1 day ബിഫോർ സെൽ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. ഇത് അതിൽ ഒരു സെല്ല് മാത്രം പീക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നട്ടൊന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ ആ ത്രെഡുകളെല്ലാം ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത ശേഷമുള്ള സ്റ്റാറ്റസാണ്. ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 13.9 ബാറ്ററി വോൾട്ട് കാണിക്കുന്നത്. BMSൽ ഏകദേശം ഇതേ റേഞ്ച് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പം ലോ വോൾട്ടിൽ ഇട്ട സമയത്ത് ഇത് 14 വോൾട്ടിൽ ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. വീണ്ടും വെറുതെ ചാർജ് ചെയ്യുന്നില്ല. 14 വോൾട്ടിൽ സ്റ്റേബിളായി നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം 14 അല്ലെങ്കിൽ ഒരു 14.4 റേഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പെർ സെല്ല് 3.5 to 3.6 ഒക്കെ വരുന്നുള്ളൂ. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. BMS വെറുതെ കട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നില്ല. BMS സാധാരണ ഒരു ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്നുള്ള നിലയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് BMS ഫ്രീക്വൻ്റ്ലി അങ്ങനെ ഡിസ്കണക്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നൊരു ഓപ്ഷൻ പറഞ്ഞത്. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 14 വോൾട്ട് അല്ലെങ്കിൽ ഒരു 14.2 വോൾട്ടിന് മുകളിൽ പോകുന്നില്ല. BMSൽ ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു, ഇൻവെർട്ടറിലും ക്രോസ് ചെക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ ബാക്കിലെ ഡിപ്പ് സ്വിച്ചിൽ ചാർജിങ് വോൾട്ട് കുറയ്ക്കുമ്പോഴാണ് ഈ ഒരു ഇൻവെർട്ടറിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ള ഇൻവെർട്ടറിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം വെരിഫൈ ചെയ്യണം. പിന്നെ ഇത് ഒരു 14.4 താഴെ നിൽക്കുന്ന രീതിയിൽ അതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇതിൽ ഈക്വലൈസേഷൻ്റെ ആവശ്യമില്ല. ഈക്വലൈസേഷൻ ഒന്നുകിൽ ഡിസേബിൾ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈക്വലൈസേഷൻ വോൾട്ട് കുറച്ച് ഒരു ഫ്ലോട്ട് റേഞ്ചിലേക്ക് വയ്ക്കുക. ഫ്ലോട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പെർസെൻ്റ് ഒരു 3.8 വോൾട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ബാറ്ററി പാക്കിൽ ഇൻറ്റേർണലി വേറെ ബ്രേക്കറുകളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണലി ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്കർ AliExpress നിന്ന് വാങ്ങിയതാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്ത് അഫ്സൽ വഴി എത്തിച്ചതാണ്. അത് ഡയറക്റ്റ് ഇവിടെ ഡെലിവറി ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എത്തിച്ച ശേഷം അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സെല്ലിൻ്റെ വോൾട്ടേജ് ലെവലിൽ ചെക്ക് ചെയ്യുമ്പോൾ 3.5 റേഞ്ചിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു അഡ്വാൻറ്റേജും കൂടെയാണ്. അഡ്വാൻറ്റേജും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം കിട്ടും. സെല്ലിന് ബാലൻസ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം കിട്ടും. ഇതിലിപ്പോൾ സെൽ വോൾട്ടേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു 3.46 ഒരു 3.5 റേഞ്ചിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ബാലൻസറിന് ബാലൻസ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല സമയം കിട്ടും. ഇതിൻ്റെ സെൽ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ലെവൽ ഞാൻ വെച്ചിരിക്കുന്നത് 3.65 ഈ കാര്യം നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഇപ്പോൾ ഏകദേശം ഒരു 46 മില്ലി വോൾട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് ബാലൻസർ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള സമയം കിട്ടാനും കൂടെ ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റും. ബാറ്ററി ഫുള്ളി ചാർജ് ആയി കഴിയുമ്പോൾ ഇവിടെ ഈ സോളാർ ലൈറ്റ് സ്റ്റേബിൾ ആയിരിക്കും. സോളാറിൽ നിന്ന് ബാറ്ററി ഫുള്ളി ചാർജ് ആയി കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ സമയം വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഇതാ 4ാമത്തെ ദിവസമാണ്. ഓക്കെ, മുകളിലെ ടൈം നോക്കിയാൽ മതി. ഓക്കെ, ഇതിലിപ്പോൾ ഇത് ഫ്ലോട്ട് ചാർജിങ്ങിലാണ് കിടക്കുന്നത്. ഏകദേശം 14 വോൾട്ടിൽ 1 ആംപിയർ അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിലിപ്പോൾ ഇൻവെർട്ടർ ഓണാണ്. അതായത് ഇതിലിപ്പം 1 ആംപിയർ അടുപ്പിച്ചാണ് ഇതിലേക്ക് കിട്ടുന്നത്. ഓക്കെ, സെൽ വോൾട്ടേജ് ഡിഫറൻസൊക്കെ കുഴപ്പമില്ല. 4 മില്ലി വോൾട്ടിൽ താഴെയാണ്. ബാലൻസർ ഓഫാണ്. ഓക്കെ, അതായത് ഇനി ഇതിനെ ഒന്ന് ഡിസ്ചാർജും കൂടെ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാൻ ഇൻവെർട്ടറിൽ ലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറണ്ട് കൂടുതൽ എടുക്കുന്നുണ്ട്, ഫൈനൽ കറണ്ടും. പിന്നെ ബാറ്ററി വോൾട്ട് 13 റേഞ്ചിലെത്തിയിട്ടുണ്ട്, 13.8 റേഞ്ചിൽ.
പിന്നെ ഇവിടെ ആപ്പിൾ നോക്കി കഴിഞ്ഞാൽ ഒരു 4 ആമ്പിയർ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് 4 ആമ്പിയറാണ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ആമ്പിയർ വെച്ചിട്ട് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. പാനലിൽ നിന്ന് ഒരു 7 ആമ്പിയർ കിട്ടുന്നുണ്ട്. ഔട്ട്പുട്ട് ഇവിടെ 12% ലോഡ് ഔട്ട്പുട്ടിലുണ്ട്. ഓക്കെ, ഇനി ഇതെപ്പോഴാണ് വീണ്ടും ചാർജിങ് തുടങ്ങുന്നത് നോക്കാം. ചാർജിങ് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു LED ബ്ലിങ്ക് ചെയ്യുകയും ഓക്കെ, ഈ 4 ആമ്പിയറിലാണ് എടുക്കുന്നത്. ഓക്കെ, സോളാറിൽ നിന്ന് എത്ര വാട്ട്സ് കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാനായിട്ട് ഇതിൽ ഈ മെനു ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ നോക്കട്ടെ, ഇതുവരെ കിട്ടിയ വാട്ട്സും ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 239. ഓക്കെ, ഇപ്പോൾ മിക്കവാറും ബാറ്ററി ചാർജ് ചെയ്യായിരിക്കും. അതെ, ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. ഇൻവെർട്ടറിൻ്റെ പുറകിൽ മോഡ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിൽ നോർമൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PCU മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഏകദേശം ഒരു 50% അല്ലെങ്കിൽ ഒരു 12.5 താഴെ എത്തുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഗ്രിഡിലേക്ക് ബൈപ്പാസ് ചെയ്യും, ഗ്രിഡ് അവൈലബിൾ ആണെങ്കിൽ. അത് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഇൻവെർട്ടറിലെ സ്റ്റാറ്റസ് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. ഇതിൽ ഇൻവെർട്ടറിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹൈ കറണ്ട് കുറച്ചിട്ടുണ്ട്, ലോയിലാക്കിയിട്ടുണ്ട്, ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യേണ്ടി വന്നാൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾഡ് ആണ്. പിന്നെ ബാക്കി സെറ്റിങ്സ് നിങ്ങൾക്ക് ഈ സ്വിച്ചുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം ബാറ്ററി ഫുള്ളി ചാർജഡ് ആയ ശേഷമുള്ള സ്റ്റാറ്റസാണ്. ഇതിപ്പം ഒരു 194 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ബാക്കി ഷൂട്ട് ചെയ്യുന്നത്. കാര്യം ഇത്രയും ദിവസം ഇതിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ വേറെ പ്രോബ്ലം ഇല്ലാതെ കുറേ ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സിസ്റ്റം ലോഗിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് സെൽ ഓവർ വോൾട്ടേജ് ഇഷ്യൂ ഒക്കെ വന്നിരിക്കുന്നത് 84 ദിവസം മുമ്പാണ്. അതിന് മുമ്പ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതേപോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതെന്ന് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഇതിൽ ഇതേപോലെ ഇഷ്യൂ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിൽ ബാലൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളൊരു 3.44 മതി. ഇതാണ് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന സെറ്റിങ്സ് ഇതാണ്. ഇതിൽ സ്റ്റാർട്ട് ബാലൻസ് 3.44 സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ സെൽ ഓവർ വോൾട്ട് 3.640 ഇരിക്കുന്നത്. 100% SOC വോൾട്ട് 3.6 കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ റിക്കവറി 3.410. പിന്നെ ബാക്കി സെൽ അണ്ടർ വോൾട്ട് പ്രൊട്ടക്റ്റ് 2.65 കൊടുക്കുന്നതിന് തെറ്റില്ല. പിന്നെ 0% SOC വോൾട്ട് ഞാൻ 2.620 ആണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ഇതിൽ എല്ലാ സെല്ലും മാച്ച്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാനിതൊരിക്കലും ഡീപ്പ് ഡിസ്ചാർജ് ചെയ്യാറില്ല. ഒരു 80% താഴെ ഇത് ഡിസ്ചാർജ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതായത് ബാക്കി സെറ്റിങ്സ് ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഇത്രയാണ് ബേസിക്കലി വരുന്ന സെറ്റിങ്സ്.